നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കടന്ന് കളിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലേ നാളെ ഇതേപോലെ ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് ഓരോന്ന് വരും. ഇതിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടേ സ്ഥിരം പരിപാടി ആയിക്കണു. അയാളത്ത് തെറ്റുണ്ട്, തെറ്റില്ല എന്ന് ഞാൻ പറയണില്ല. ഇതിപ്പോൾ രണ്ട് കട്ടിങ്സ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ ഓൾ എവിടെ നിൽക്കണത്, അയാൾ എവിടെ നിൽക്കണത്. ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അയാളൊന്നും ചെയ്യണില്ല, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ അയാൾ ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോഴേ പിന്നാലെ പോയി ചിരിച്ചുകൊണ്ട് മുട്ടിച്ച് നിൽക്കുകയാണ്. അല്ല, ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, ഇതിറ്റേൾക്കൊന്നും നാണമാനല്ലേ? ഒരു വീഡിയോക്കും റീച്ചിനും വേണ്ടിയിട്ടേ അവനാൻ്റെ ശരീരം കൊണ്ടുപോയിട്ടേ ഒരു അന്യപുരുഷൻ്റെ മേത്ത് ഇങ്ങനെ മുട്ടിച്ചോ. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയോ? വഴിയെ പോണ ആളെ വലിച്ചത് കൊടുന്നമാരുണ്ട്. എനിക്കങ്ങനെ തോന്നി. ഞാൻ ഒരു കാര്യം പറയട്ടെ പെങ്ങളെ, തെറ്റ് ചെയ്യണതിൻ്റെക്കായും കുറ്റാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കണത്. ഇജിപ്പോൾ ചെയ്ത അതാണ്. എന്തായാലും അയാൾ എന്തൊക്കെ ചെയ്തുക്കണമെന്നൊക്കെ ഇപ്പോൾ ന്യൂസ് വരുന്നേ. അപ്പം ഞാൻ വള്ളിമ തൂങ്ങി അങ്ങനെ നടന്നോ? അതെല്ലാവർക്കും ഒരു പാടാകട്ടെ. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞരമ്പന്മാരെയും കൊണ്ട് പെണ്ണുങ്ങൾക്കിരുന്ന് നടക്കാൻ പറ്റാന്ന്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇങ്ങനെയുള്ള റീച്ചെത്തികളെയും കൊണ്ടേ ആണുങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ്. എവിടെ ക്യാമറ വെച്ചിക്കണമെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് പറയും അവിടെ തട്ടി ഇവിടെ തട്ടി എന്നൊക്കെ. വല്ലാത്തൊരവസ്ഥ തന്നെയത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ആ സ്പോട്ടിൽ ചെയ്യണം. അല്ലാതെ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് അയാളെ കുടുംബത്തിനെ നാറ്റിച്ചിട്ട് ഇങ്ങൾക്കൊക്കെ എന്താ കിട്ടുക? കുറച്ച് ലൈക്കും ഷെയറോ. ഇതാപ്പോൾ അയാൾ എന്തൊക്കെയാ ചെയ്തിക്കണമെന്നൊക്കെ പറയണു. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ഇജാ കുടുംബത്തിനെ നോക്കിക്കോ. ഓരോ മനുഷ്യന്മാരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓൽക്കൊരു കുടുംബമുണ്ട്, അത് നിങ്ങൾ മറക്കുകയാണ്. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് സ്ഥിരം ഒരു പരിപാടിയാക്കിക്കാണ് ഇവര്. ഇതുകൊണ്ട് എന്താ സംഭവിക്കണേ? ഇവർ വെറുതെ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കും. പക്ഷെ അതിൽ പെടുന്ന ആൾക്കാർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനത്തെ വല്ല വിചാരമുണ്ട് ഇവർക്ക്. അല്ലാതെ ഇവരെ റീച്ചിനും വേണ്ടിയിട്ടേ ഓരോ കുടുംബങ്ങളാണ് തകർക്കണത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പെണ്ണിന് മാത്രമല്ല നാണവമാനല്ലേ, ആണിനും ഉണ്ട്. എന്നിട്ട് ഓലൊരു ക്യാമറയും പിടിച്ചിട്ടേ രാവിലെ തന്നെ ഉണ്ട് ഇറങ്ങും. ഇതയാളിനെ പിടിച്ചു, ഇതയാളിനെ മുട്ടിന്ന് പറഞ്ഞിട്ട്. നാണമാനമില്ലാത്ത ഓരോരോ സാധനങ്ങളെ. ഇങ്ങനെ റീച്ചിനും വേണ്ടി ഇമാതിരി കോപ്രായം കാട്ടുന്ന ആൾക്കാരത്തൊക്കെ അല്ലേ വെറും പുച്ഛം മാത്രം. ഹൗ, വല്ലാത്ത കാലം തന്നെ. ഇതിനൊക്കെതിരെ എല്ലാവരും പ്രതികരിക്കണം. അല്ലെങ്കിലേ ഇവർ നാളെ ഇതേമാതിരി വരും. എനിക്ക് ആണുങ്ങളോടാണ് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ ബസ്സിലോ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴേ നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇല്ലെങ്കിലേ അവിടെ ഇവിടെയും തട്ടിന്ന് പറഞ്ഞിട്ടേ ഇവർ നമ്മളെ മാനം കപ്പലേറ്റും. എന്തായാലും കാലഘട്ടം മാറി. ആണുങ്ങളടക്കം പേടിച്ചിറങ്ങേണ്ട അവസ്ഥയായി. വല്ലാത്ത കാലം തന്നെ. ഊഫ്.